Hi children, how are you all? All are doing well, isn't it? We all started what? Which chapter? Squares and square root. All of you studied squares and square roots? Easy alle. So we can go to next question today. Here we can go, is 90 a perfect square? 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നമുക്ക് കാണാം. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഹൗ ഇറ്റ് ഈസ് ദാറ്റ് 5 5s are 25 അല്ലേ? അതേപോലെ 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 90നെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നോക്കുക അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? 25നെ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചു നമ്മൾ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹിയർ 90 എന്ന് പറയുന്ന നമ്പറിനെ 3 3s are 9 0, isn't it? 3 10s are 30. Again what? 5 2s are 10. 2 1s are is 2. So here എന്താണ് വന്നത്? 3 into 3 into 5 into 2 എന്നാണ് കിട്ടിയത്. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആവുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പെർഫെക്റ്റ് സ്ക്വയർ ആവുമ്പോൾ ഉള്ളത്? രണ്ട് നമ്പേഴ്സ് വരണം അല്ലേ? ഇവിടെ നോക്കിയേ, 3 എന്ന് പറയുന്നത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം 3 എടുക്കാം. പക്ഷേ 5ഉം ഇല്ല 2ഉം ഇല്ല. So is this 90 a perfect square? No, it is not a perfect square. ഇതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറഞ്ഞു. ഇവിടെ 2 5ഉം 2 2ഉം കൂടെ വന്നിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു? അവിടെ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇവിടെ 5ഉം 2ഉം വേറെ 2 പ്രാവശ്യം കൂടെ ഇല്ല. അത് കാരണം നമുക്കത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ് പറയുന്നത്. Next is what? Find the smallest number by which 9408 must be divided so that the quotient is a perfect square. Find the square root of the quotient. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയം നമുക്ക് എന്താണ് പറയുന്നത്? ഒരു കോഷ്യൻ്റ് അവിടെ കാണുന്ന ഒരു കോഷ്യൻ്റ് നമുക്കത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 9408 എന്ന് പറയും. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 9408 മസ്റ്റ് ബി ഡിവൈഡഡ് സോ ദാറ്റ് എന്നാണ്. അപ്പോൾ 9408 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പം അത് നമുക്ക് എന്ത് കിട്ടണം? അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവരെന്താണ് ചോദിക്കുന്നത്? അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 9408നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം? 9408 എന്ന് പറയുന്ന നമ്പറിനെ എന്ത് ചെയ്യാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമുക്ക് നോക്കാം. 2 will go what? 2 4s are 8, 7 2s are 14, isn't it? 0 2 4s are 8. Again 2 2s are 4, 2 3s are 6, 5 2s are 10, 2 2s are is 4. Again 2 1 2 1 2 1s are 2, what? 7 2s are 14, 1 2 6 are 12 അല്ലേ? വീണ്ടും എന്ത് ചെയ്തു? 2 will go how many times? 2 5s are 10, ബാക്കി 1 ഇവിടെ 2 what? 8 2s are 16. Again 1 go that side, 8 2s are 16. Again we want to divide. 2 2s are 4, what? 5, that is 2 2s are 4 ആയുള്ളൂ. 5 ആകുമ്പോൾ 1 അങ്ങോട്ട് പോയി. 2 9s are 18, 2 4s are 8. Again what? 2 1s are 2, 2 4s are 8, what? 7 2s are is 14. Again which number will go? 7 ആകുമ്പോൾ 2ൽ പോകില്ല അല്ലേ? സോ 3ൽ പോകും നോക്കാം. 3 what? 4 3s are what? 4 3s are is 12, isn't it? 4 3s are 12, 13 14, 2 27, 9 3s are 27. Again what? 7 7s are 49, 7 1s are is 7. അപ്പം നമുക്ക് ഇങ്ങനെയാണ് എന്ത് കിട്ടിയത്? പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 2 പ്രാവശ്യം, 2 2 പ്രാവശ്യം, 2 2 പ്രാവശ്യം, 7 2 പ്രാവശ്യം, ബട്ട് 3 is only one time there. So here what we want to do, 9408 എന്നുള്ള നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സൈഡിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താണ്? 9408 എന്ന് പറയുന്ന നമ്പറിനെ ഈ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അതായത് രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 3 ചെയ്യും. എങ്ങനെയാണ് പറഞ്ഞത്? ഇവിടെ 9408 മസ്റ്റ് ബി ഡിവൈഡഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അവിടെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് കറക്റ്റായിട്ട് ആവും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 9408 എന്ന് പറയുന്ന നമ്പറിന് എന്ത് ചെയ്യാണ്? 9408 ഡിവൈഡഡ് ബൈ 3യും
അപ്പുറത്തെ സൈഡിലാവുമ്പോൾ എന്താ വരുന്നത് 2 × 2 × 2 × 2 × ഇങ്ങനെ വന്നിട്ട് ഡിവൈഡഡ് ബൈ 3 വരുമ്പോൾ അവിടെ 3 പോയി. ബാക്കി എന്താ ഉള്ളവ 2 × 2 × 2 × 7 എന്ന് കിട്ടും. മനസ്സിലായോ എന്താണ് പറഞ്ഞതെന്ന്? 9408 എന്ന് പറയുമ്പോൾ ഇവിടെ 9408 അല്ലേ? Here I will do 9408 is equal to എന്താ നമ്മൾ എഴുതുന്നത് 2 × 2 × what 1 2 3 4 5 6 1 2 3 4 5 6 into what 3 into 7 into 7 ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? 3 ഇവിടെ എന്താ പറ്റി? അവിടെ ഉണ്ട്, ഒരു എക്സ്ട്രാ നമ്പർ ആയിട്ടുണ്ട്. അത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് കറക്റ്റായിട്ട് ഡിവൈഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So what happens here? 9408 divided by 3 എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പറാണ് എന്ത്? അവിടെ കിട്ടുന്ന ഒരു നമ്പറാണ് എന്താണ്? പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ എന്ന് പറയാൻ പറ്റും. So 9408 divided by 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. What 3 3s are 9. What 4 comes down. 3 will go 1 time. 3 1s are 3. 0 10. 3 3s are is 9. Okay. 1 18. 3 what 6 3s are is 18 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഇവിടെ എന്തായി? 9408 ഡിവൈഡഡ് ബൈ 3 ഇറ്റ് ഈസ് 3136 എന്ന് കിട്ടി. അപ്പോൾ 3136ന്റെ പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? 2 × 2 × 2 × 7. കാരണം ഈ 3യും ഗോട്ട് ക്യാൻസൽ. ബാലൻസ് ഈസ് വാട്ട് 2. 2 പ്രാവശ്യം 2 വന്നാൽ ഒരു പ്രാവശ്യം 2 എഴുതി. 2 പ്രാവശ്യം 2 വന്നാൽ ഒരു പ്രാവശ്യം 2. അങ്ങനെ 2 × 2 × 2 × 7 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്? 3136 ആണ് അവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് കിട്ടി. എന്താണ്? ഇവിടെ 9408 എന്നുള്ള ഒരു നമ്പർ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അവർ ചോദിക്കുന്നത് അവിടെ ഒരു നമ്പർ ഉണ്ട്, അവിടെ ഏതാണ് ലീസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 9408ൻ്റെ ഈ ഒരു വാല്യൂ നമ്മൾ ഡിവൈഡ് എന്താ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ നമുക്ക് അവിടെ ഔട്ടാണ് അല്ലേ? ആ ഔട്ടായുള്ള വാല്യൂനെ കൊണ്ട് ഈ 9408നെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ഇതിനെ പറ്റിയൊരു ഒരു വാല്യൂ കിട്ടും. 3136 എന്നുള്ള ഒരു വാല്യൂ. ആ വാല്യൂവിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ത്? ഇതിൽ ബാക്കി വരുന്ന ഈ ഒരു സംഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 2 2s are 4 4 2s are 8 അങ്ങനെ 8 × 7 അങ്ങനെ ചെയ്താൽ ആ ഒരു നമ്പറാണ് എന്തിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് 3136 എന്ന് പറയുന്നത്. എന്താണ്? 2 2s are 4 4 2s are 8 7 8 56. So 56. So this is the square root of what? 3136 എന്നാണ് ഇവിടെ പറയുന്നത്. Okay, you hope that you all understand. If any confusion is there you can ask. Okay, next is what? Here next question is like the same type of question. Here is 2352 a perfect square? If not, find the smallest multiple of 2352 which is a perfect square. Find the square root of the new number. ഇവിടെ അതേപോലെ തന്നെ എന്താണ്? ഈസ് 2352 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 2352 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇഫ് നോട്ട് അവിടെ അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിവിസിബിൾ ആയിരുന്നു. എന്താണ്? ഇവിടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ 2352 എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പോൾ 2352 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 2 1s are 2 2 1s are 2 what 7 2s are 14 1 2 6 are 6 2s are 12. Again what 2 will go 2 5s are 10 what 8 2s are 16 8 2s are 16 2 2s are 4 9 2s are 18 2 4s are 8 again 2 1s are 2 2 4s are 8 7 2s are 14 again 7 7 2s are 14 7 1 7 3 3 1. So this is how the prime factorization. So here also 2 2 what 7 again 3 is there അല്ലേ? 3 ഔട്ടാണ്. അപ്പോൾ അവിടെ എന്ത് പറ്റി? ഇവിടെ മൾട്ടിപ്പിൾ ആണ് പറഞ്ഞത്. നേരത്തെ ഡിവിസിബിൾ എന്ന് പറഞ്ഞത് ഇവിടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ നമ്പർ അത് 2352 ഇൻറ്റു വാട്ട് വിച്ച് നമ്പർ വി വാണ്ട് ടു മൾട്ടിപ്ലൈ ഹിയർ? ഇൻറ്റു 3. എന്താണ്? ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു നമ്പർ കിട്ടും. എന്താണ്? 2 3 2 × 3 6 5 3s are 15 3 3s are 9 10 3 2s are 6 7. അപ്പോൾ 7056ൻ്റെ സ്ക്വയർ റൂട്ട് ആകും എന്ത്? ഇവിടെ നമ്മൾ ഇൻറ്റു 3 ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 3 ആണ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ വരിക? 2 × 2 × 2 × 2 × 7 × 7 × 3 × 3 എന്ന് ചെയ്യും.
അപ്പോൾ ഇവിടെ എന്തായി 2 ഒരു സെറ്റ്, 2 ഒരു സെറ്റ്, 7 ഒരു സെറ്റ്, 3 ഒരു സെറ്റ് കണ്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 7056 എന്താ വരിക? 2 × 2 × 7 × 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താ 2 2s are 4, 7 4s are 28, 28 × 3 അല്ലേ, 28 × 3, 8 3s are 24, 3 2s are 6, 7 8. 84 is the square root of 7056 എന്ന്. അപ്പോൾ അവിടെ ഡിവിസിബിൾ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തു, ആ ഔട്ടായ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഈ സൈഡിൽ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ 3 ആകുമ്പോൾ അവിടെയും മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ഏത് നമ്പർ ആണോ അവിടെ കിട്ടുന്നത് ആ നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ത് 84 എന്ന് കിട്ടും. Okay children, hope that you all understand. Thank you. We can see you in next class.